ഇതില് എന്താണ് നിലപാടെന്ന് സീരിയസ് ആയിട്ട് ലാലേട്ടൻ ചോദിക്കുകയാണ്. രേണു മാപ്പ് കൊടുത്തോ, അക്ബർ എന്തൊക്കെ എഫേർട്ടാ എടുത്തതെന്നൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. ലാലേട്ടൻ വളരെ സീരിയസ് ആയിട്ട് രേണുവിനോട് ചോദിക്കുന്നു, എന്താണ് രേണുവിന്റെ നിലപാട്, ക്ഷമിക്കാൻ കഴിയുമോ, രേണുവിനെ ക്ഷമ കൊടുക്കാൻ കഴിയുമോ, ക്ഷമിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അക്ബർ എന്തൊക്കെ നിലപാടാണ് എടുത്തതെന്ന് പ്രേക്ഷകർക്കും ഹൗസ് മേറ്റ്സിനും വേണ്ടി ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചു. നല്ല രീതിയിൽ ഞാൻ ഗന്ധർവൻ സിനിമയിലെ പാട്ടൊക്കെ പാടിയിട്ട് രേണുവിനെ ഇംപ്രസ് ചെയ്യാനും കൺവിൻസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നു. രേണു ആണെങ്കിൽ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ, ഒരു ചിരി പോലും മുഖത്തില്ലാതെ ആ പാട്ടൊക്കെ ആസ്വദിക്കുന്നുണ്ട്. എടുത്ത് പറയട്ടോ, അക്ബർ ഖാന്റെ ശബ്ദം അടിപൊളിയാണ്. ഞാൻ പറഞ്ഞല്ലോ, മുൻപും നമ്മുടെ റിയാലിറ്റി ഷോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അക്ബർ നല്ലൊരു ഗായകനാണ്, കഴിവുള്ള ടാലന്റ് ഉള്ള ഒരു വ്യക്തിയാണ്. നല്ല രീതിയിൽ സോങ് ഒക്കെ പാടിയിട്ട് രേണുവിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ കിച്ചണിൽ ഒരു ഹാർട്ട് ഷേപ്പിലെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് രേണുവിന് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. രേണു പറയുന്നത്, ഇത് ഞാൻ തന്നെ കഴിക്കില്ല, എല്ലാവർക്കും വീതിച്ചു കൊടുത്തിട്ടുണ്ട്, അതൊന്നും ഒരു പീസ് ഞാൻ കഴിക്കാം. പക്ഷെ അതിന്റെ അർത്ഥം ക്ഷമിച്ചു എന്നുള്ളതല്ല, ഞാൻ ഒരിക്കലും മാപ്പ് കൊടുക്കില്ല എന്നാണ് പറയണത്. പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ സാഹചര്യം വന്നാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവേണ്ടി വന്നാൽ പോലും അക്ബറിനോട് ക്ഷമിക്കില്ല എന്നുള്ളതാണ്. അത് ചെറിയ രീതിയിൽ ശാരിക സ്ക്രൂ ഇട്ടു എന്നും പറയുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ അത് പറയുന്നുണ്ടായിരുന്നു. അതായത്, ഞാനാണ് രേണുവിന്റെ സ്ഥാനത്ത് വെച്ചെങ്കിൽ ഒരിക്കലും ക്ഷമിക്കില്ല, ഇങ്ങനെ ഒരു വ്യക്തിയോട് ക്ഷമിക്കേണ്ട കാര്യമില്ല എന്ന് ശാരിക പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ന് കരുതി മുഴുവനായിട്ട് ശാരികയെ കുറ്റം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. രേണു പക്ഷെ പുറത്തു പോവേണ്ടി വന്നാലും ക്ഷമിക്കില്ല അക്ബറിനോടെന്ന് പറഞ്ഞ ആള് ഇന്ന് ലാലേട്ടൻ സംസാരിച്ചപ്പോ എടുത്തെടുത്ത് പറഞ്ഞപ്പോഴ് എന്താണ് എല്ലാവരും തീരുമാനം, ക്ഷമിച്ചൂടെ രേണുവിനെ എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞ് എല്ലാവരോടും അഭിപ്രായങ്ങൾ ചോദിച്ചു തുടങ്ങിയപ്പോ തന്നെ നമ്മുടെ കലാഭവൻ സരിക ചേച്ചി എഴുന്നേറ്റ് ഞാനത് സംസാരിച്ചിട്ട് രേണുവിനോട് പറഞ്ഞിരുന്നു ഈ വിഷയത്തെ കുറിച്ച് എന്ന് പറഞ്ഞപ്പോഴേക്കും രേണു പറയുന്നു, ലാലേട്ടൻ ഞാനിത് ഇവിടെ വെച്ച് ലാലേട്ടൻ പറഞ്ഞുകൊണ്ട് തന്നെ എന്റെ മനസ്സിൽ നിന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് മാപ്പ് കൊടുക്കുന്നു, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് രണ്ടുപേരും കൈ കൊടുത്തു. ഇനി ഒരിക്കലും എന്നോട് ഇതിങ്ങനെ ചെയ്യരുതെന്നും പറയുന്നുണ്ട് രേണു. ഒരിക്കലും ഇനി എന്നോട് ഇത് ചെയ്യരുത് എന്നുള്ള ഉറപ്പില്ല, ഞാൻ എന്റെ ജീവിതകാലത്ത് ചെയ്യോ രേണു എന്ന് അക്ബർ ചോദിക്കുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ അത് തിരുത്തി പറയുന്നു, അങ്ങനെയല്ല പറയേണ്ടത്, ഇനി എന്നോടൊന്നല്ല ഒരാളോടും ആരോടും അക്ബർ ഇത് ചെയ്യരുത്, അങ്ങനെയല്ലേ വേണ്ടത്, അങ്ങനെ പറയണം എന്ന് പറഞ്ഞ് ലാലേട്ടനെ തിരുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്താണെങ്കിലും ഒരിക്കലും മാപ്പ് കൊടുക്കില്ല എന്ന് പറഞ്ഞ രേണുവിനെ കൊണ്ട് ഒരു തരത്തിൽ പറയിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. രേണുവിന് അങ്ങനെ മനസ്സിലൊരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല ക്ഷമിക്കണം എന്നുള്ളത്. പക്ഷെ കൺവിൻസ്ഡ് ആയതും ഇല്ലെങ്കിൽ പോലും ലാലേട്ടൻ അത് ആ സംഭവം ഇന്ന് സംസാരിച്ച് അത് ക്ലിയർ ചെയ്തു. ഈ ക്ഷമിക്കുക എന്ന് പറയുന്നത്, മാപ്പ് കൊടുക്കുക എന്ന് പറയുന്നത്, ക്ഷമിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്, അത് ഭയങ്കര നന്മയുള്ള ഒരു കാര്യമാണെന്നുള്ള രീതിയിൽ ഒരു മെസ്സേജും പറഞ്ഞു. അങ്ങനെ അക്ബർ രേണു വിഷയം അവിടെ താൽക്കാലികമായിട്ട് അവസാനിച്ചിട്ടുണ്ട്. അക്ബർ അത് നല്ല രീതിയിൽ എഫേർട്ട് എടുത്തു, ഇനി മുന്നോട്ട് അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുടർന്ന് ബാക്കി കാര്യങ്ങൾ നമ്മുടെ എപ്പിസോഡ് വളരെ നല്ല രീതിയിൽ തന്നെയാണ് പോയത്. ഓരോരുത്തരോടും സംസാരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഷാനവാസിന്റെയും അനീഷിന്റെയും ഈ ക്യാപ്റ്റന്മാരുടെ തമ്മിൽ സംഭവം, ക്യാപ്റ്റൻ എന്ന് പറയില്ല, ക്യാപ്റ്റന്മാരെന്ന് പറയും. അതായത് എന്ത് കാര്യം ഉണ്ടെങ്കിലും അനീഷ് എഴുന്നേറ്റ് നിൽക്കും ഒപ്പം എന്നുള്ളതാണ്. അവർ രണ്ടുപേരും ഈ ടോം ആൻഡ് ജെറി പ്ലേയെ കുറിച്ചുള്ള സംസാരവും കുറച്ച് കാര്യങ്ങളും എല്ലാവരോടും വിശദീകരിച്ചുള്ള വിശേഷം ചോദിക്കലും, അതുപോലെ തന്നെ നെവിനോട് ചോദിക്കുന്നുണ്ട്, നെവിൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ, ലാലേട്ടൻ സംസാരിക്കുമ്പോൾ തന്നെ നെവിൻ ഇങ്ങനെ എന്തൊക്കെയോ ആക്ഷൻ കാണിച്ചിരിക്കുന്നുള്ളതാണ്. അങ്ങനെ നെവിനോട് സംസാരിക്കുന്നു, ഓരോരുത്തരെ സേഫ് ആക്കിയിരിക്കുന്നു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നടന്നത്. ക്യാപ്റ്റൻസി ടാസ്ക് നടന്നു, അതിൽ ആര്യൻ വിജയിച്ചു. വളരെ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തുകൊണ്ട് തന്നെ ധൈര്യത്തോടു കൂടി എല്ലാ ടാസ്കിലും പങ്കെടുക്കുന്ന അഭിലാഷ് കൂടി ഇന്ന് ക്യാപ്റ്റൻസിയിൽ ഉണ്ടായിരുന്നു, ഒപ്പം ജിസേലും. അഭിലാഷിനും സൈക്ലിംഗ് ടാസ്ക് ആണ് കിട്ടിയത്. പക്ഷെ അഭിലാഷിന്റെ ടാലന്റ് നമ്മൾ കണ്ടതാണല്ലോ. അദ്ദേഹത്തിന്റെ കുറവുകൾ അല്ലെങ്കിൽ അതൊരു കുറവായിട്ടോ ഒരു പരിമിതിക്ക് ഉള്ളിൽ നിൽക്കുന്ന ഒരാളായിട്ടൊന്നും അദ്ദേഹം കാണുന്നില്ല. വളരെ എന്താ പറയാ, ഭയങ്കര സൂപ്പർ എനർജറ്റിക് ആയിട്ടാണ് ഡാൻസ് പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ സൈക്ലിങ്ങിന്റെ ടാസ്ക് കിട്ടിയപ്പോൾ എനിക്കത് പറ്റില്ല എന്ന് പറയുന്നില്ല. അത് അഭിലാഷ് നന്നായി തന്നെ ട്രൈ ചെയ്തു. പുറകിൽ ആര്യനായിരുന്നു. ആര്യൻ ഗെയിമിന് അതിന്റെ സ്പിരിറ്റിലെടുത്ത് ചവിട്ടിയിട്ടാണെങ്കിൽ ആ ട്രാക്കിൽ നിന്ന് പുറത്തേക്ക് ആക്കി. അത് കാണുമ്പോൾ നമുക്ക് കുറച്ച് വിഷമം തോന്നുമെങ്കിലും അത് ഗെയിമാണ്. ആര്യൻ എല്ലാ ഗെയിമിനും അത്രയും സീരിയസ് ആയിട്ട് എടുക്കുന്നു. കാര്യങ്ങളിൽ ഇടപെടുന്നതും ആര്യന്റെ സംസാര രീതികളും കറക്റ്റ് ആയിട്ട് എത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ ഗെയിമില് ടാസ്ക് എന്ന് വരുമ്പോൾ ആര്യൻ വളരെ സ്മാർട്ടായിട്ട് തന്റെ കഴിവിന്റെ ഫുൾ തന്നെ കൊടുത്ത് 100% കൊടുത്തിട്ട് തന്നെ ആര്യൻ കളിക്കുന്നുണ്ട്. ജിസേലും മാക്സിമം ട്രൈ ചെയ്തു. ജിസേൽ അവസാന നിമിഷം വരെയും ശ്രമിച്ചിരുന്നു. അങ്ങനെ ഈ ആഴ്ചയിലെ ക്യാപ്റ്റൻ ആര്യനായിരിക്കുകയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു, ഓരോരുത്തരെ സേഫ് ആക്കിയിരുത്തി. അവസാനം ഇന്ന് സന്തോഷമുള്ള ഒരു കാര്യം, ആ ഭാഗ്യം കിട്ടിയത് ശൈത്യക്കാണ്. ശൈത്യ ഇന്ന് എവിക്റ്റ് ആവേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു, നോ എവിക്ഷൻ കൊടുത്തു. അങ്ങനെ ഒരു ഓപ്ഷൻ എന്തായാലും ബിഗ് ബോസിനും ടീമിനും ഉള്ളത് കൊണ്ട് ഒരാളെ രക്ഷിക്കാനായിട്ട് തൽക്കാലം കഴിഞ്ഞു. ശൈത്യ ഇനി സ്മാർട്ടായിട്ട് നല്ല രീതിയിൽ ഗെയിമൊക്കെ മനസ്സിലാക്കി കളിക്കുകയാണെങ്കിൽ ശൈത്യക്ക് മുന്നോട്ട് ഒരുപാട് നാള് മേ ബി പ്രേക്ഷകർക്കൊക്കെ ഒരു ഇഷ്ടമുള്ള മത്സരാർത്ഥി തന്നെയാണ് ശൈത്യ. നല്ല സ്മാർട്ടായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് നിലപാടുകൾ ഉൾക്കൊണ്ട് പെരുമാറാനും ഗെയിമിനെ മനസ്സിലാക്കി കളിക്കാനും പറ്റിയാൽ അവസാനം വരെയും 100 days നിൽക്കാനും
കേപ്പബിലിറ്റി ഉള്ള ഒരു മത്സരാർത്ഥിയാണ് ശൈത്യ. മുൻപൊരു റിയാലിറ്റി ഷോയിൽ അവസാന നിമിഷം വരെ വന്നിട്ട് അത് നമ്മൾക്ക് അർഹതപ്പെട്ടത് കിട്ടാതെ വിഷമിച്ചു പോകുന്നതാണ് ശൈത്യ അമ്മയും. അപ്പൊ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ ഒരു റിയാലിറ്റി ഷോയിൽ ശൈത്യക്ക് അർഹിക്കുന്ന അംഗീകാരം കിട്ടട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കുറച്ച് നല്ല രീതിയിലേക്ക് തന്നെ എപ്പിസോഡ് പോയി. ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി നാളെ ഒന്നുകൂടി എപ്പിസോഡ് കാണും. ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അഡ്വർടൈസ്മെന്റ് ആയപ്പോഴാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ ചെയ്യണേ. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ആഴ്ചയുടെ വിശേഷങ്ങളൊക്കെ അറിയണം. കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കായിരിക്കും ഇനി ഗെയിം ഒക്കെ പോകണമെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. രസകരമായിട്ടൊക്കെ എപ്പിസോഡ് അവസാനിപ്പിച്ചുവെങ്കിലും ഇനി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഷോ പോകും എന്നറിയുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇനിയുള്ള പുതിയ കാഴ്ചകൾ എന്തൊക്കെയാണ്, സീരിയസ് ആയിട്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ദിസ് ഇസ് വിജയശാലിനി സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ്.